എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പേഷ്യന്റിനെയാണ്. 35 years ഓൾഡ്, ഒരു IT ജീവനക്കാരി. ക്ഷീണം, ശരീരവേദന, ചെറുതല്ല മുടി കൊഴിച്ചിൽ, തലവേദന ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. ഷുഗർ, തൈറോയിഡ്, B12 ഒക്കെ ടെസ്റ്റ് ചെയ്താണ്. ഇതൊന്നും അല്ല പ്രശ്നം. എന്താണ് പ്രശ്നം? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിട്ട് പ്രശ്നക്കാരൻ. വൈറ്റമിൻ ഡി എന്നത് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് കാൽഷ്യം, മഗ്നീഷ്യം അബ്സോർബ് ചെയ്യാനും സഹായിക്കുന്നു. ബോൺ സ്ട്രോങ് ആക്കുവാനും മാനസിക ആരോഗ്യത്തിനും ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധ ശക്തിയെ മെച്ചപ്പെടുത്താനും ഒക്കെ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കാൽഷ്യം, മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുക. രാഗി, എള്ള്, മുതിര, ചെറുപയറ്, ഉണക്കമുന്തിരി, വെളുത്തുള്ളി, ഇഞ്ചി ഇവയൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാമെന്ന് ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയ ചില ഭക്ഷണങ്ങളുടെ പേരുകൾ പറയാം. സാൽമൺ ഫിഷ്, ചെമ്പല്ലി, മത്തി, സാർഡൈൻ. മീനുകൾ കഴിക്കാത്തവർക്ക് കോഡ് ലിവർ ഓയിൽ കഴിക്കാവുന്നതാണ്. എഗ്, മഷ്റൂം ഇവയൊക്കെ വളരെ നല്ലതാണ്. ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നെയ്യ്, വെർജിൻ കോക്കനട്ട് ഓയിൽ, സെസം ഓയിൽ ഇതൊക്കെ വൈറ്റമിൻ ഡി ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഈ എണ്ണകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തത് അഭ്യംഗം, ക്ഷീരബല തൈല, ധന്വന്തരം തൈലം ഇവയ്ക്ക് കഴിയുന്നതും ഈ എണ്ണകൾ തേച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ശരീരത്തിൽ വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നു. സ്കിൻ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ സഹായിക്കും. ശരീരത്തിന് അനുയോജ്യമായ സോപ്പുകൾ കുടിക്കുന്നത് നല്ലതാണ്. ദശമൂലം, വെളുത്തുള്ളി, കുരുമുളക് ഇവയൊക്കെ ഇട്ട് സോപ്പുകൾ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അനേകം ആളുകൾക്ക് വിറ്റാമിൻ ഡി കുറവുണ്ട്. ദിവസവും 15 മിനിറ്റ് 7 മണിക്കും 9 മണിക്കും ഇടയിൽ ഏറ്റവും ഉത്തമം. ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ലഭിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സൂര്യപ്രകാശം തട്ടി ശരീരത്തിൽ തന്നെ വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായതും പ്രകൃതിദത്തവും ആരോഗ്യകരവുമായ മാർഗം. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.